ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഇത് കാണാൻ താമസിച്ചണ്ട? അത് ഒന്ന് വർക്കിന്റെ അതിന് മുമ്പ് എനിക്ക് ഗുരുവായൂർ അമ്പലം കാണാമെന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഫ്യൂരിയോസ് കാണാമെന്നുണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ ടെർബോ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ അതിനകത്തെ ആ ബഹളം കണ്ടപ്പോഴത്തേക്ക് ഹോണസ്റ്റ്ലി ഒരു തെലുങ്ക് കൂടമാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെച്ചാൽ ഓക്കെ നിൽക്കാം കുറച്ച് ആലൊക്കെ എന്ന് പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മാളിയും കണ്ടത്. എന്നിട്ട് പറഞ്ഞ് കൊള്ളാം, സൂപ്പർ സാധനമാണ്. അതിനകത്ത് മമ്മൂട്ടി നന്നായിട്ടുണ്ട്, മറ്റേ ക്ലൈമാക്സ് സീൻസ് പൊളിയാണ്, ആക്ഷൻ സീക്വൻസ് പൊളിയാണ്. പിന്നെ രാജ്ബി ഷെട്ടിയുടെ അഭിനയം, എസ്പെഷ്യലി രാജ്ബി ഷെട്ടി നമുക്ക് ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും ഇതേ കാരണം നേരത്തെ കാണുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമുക്ക് ഈ ക്ലാസ് തന്നെ കളിച്ചിട്ടേ ഒരു മാസപടം വരുമ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് പടിയൊരു കോട്ടയം കുഞ്ഞച്ചൻ തിരിച്ചു വരിക നല്ല കേട്ടോ. ഈ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു സ്റ്റൈലില് പക്കാ മാസ് നമ്മളെ ശരിക്കും ചിരിപ്പിക്കുന്ന ഒരു സാധനം. ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഇപ്പൊ വൈശാഖിനെ പടം എടുക്കുകയാണെങ്കിൽ പുലിമുരുകൻ വൺ ഓഫ് ഫേവറേറ്റ് ആണ് എസ്പെഷ്യലി. പിന്നെ പോക്കിരാജ, പുലിമുരുകൻ, മധുരരാജ കുറച്ച് കല്ല് അടിച്ചു ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പോക്കിരാജ പറഞ്ഞാലും പുലിമുരുകാണെങ്കിലും മാസ് മൂവിയാണ്. പക്ഷെ സീരിയസ് വരുമ്പോൾ ഒരു മാസ് മൂവി അല്ല, സീരിയസ് ഒരു പ്രോപ്പർ ത്രില്ലറാണ്. സ്റ്റിൽ അത് നല്ലൊരു പടമാണ്. പക്ഷെ ഇങ്ങനെ എടുത്തൊരു കക്ഷി ഇതെന്തായി ചെയ്ത് പുള്ളി ആ പോക്കിരാജ ട്രീറ്റ് ചെയ്ത സെയിം ലെവലിൽ തന്നെ അതേ സാധനം കൊണ്ട് ഇവിടെ ഇട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. പോക്കിരാജ അതെവിടെ ഇട്ടോ ഒന്നുകൂടെ കാണായിരുന്നു. ഓർമ്മ വരുന്ന ഒന്നും ആ പടം അല്ല, നമുക്ക് പഴയ കണ്ടുവരുന്ന ഏതോ പടങ്ങളാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഓർക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പല കഥാപാത്രങ്ങളെ കൊണ്ട് പുള്ളി പറയുന്നുണ്ട് ബ്ലഡി ക്ലീഷേ. അത് എന്നെ ചെന്നൈ എന്ന് വൈശാഖിനെ പറഞ്ഞാണോ എന്ന് എനിക്ക് സംശയമില്ലായിരുന്നു. കോട്ടയം സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കോട്ടയം കുഞ്ഞച്ചനിലെ അദ്ദേഹത്തിന്റെ സ്ലാങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഈ കോട്ടയം സ്ലാങ് പിടിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഏജ് കെട്ടൽ ഫീൽ ചെയ്യാറുണ്ട്. പറയാനായിട്ട് പറയുന്നത് നമ്മളൊക്കെ ശരിക്കും പറയുമ്പോ എന്നാണോ ഇങ്ങനെയാണോ ശരിക്കും നമ്മള് അല്ലേ? കോട്ടയം ഞാൻ പറയാൻ പറ്റില്ല, കോട്ടയം അതൊക്കെ വേറെ ലെവലിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അദ്ദേഹം എത്ര വർഷം മുമ്പ്. അപ്പം അത് ആക്ടറിന്റെ പ്രശ്നമാണോ എനിക്കറിയത്തില്ല. അദ്ദേഹത്തിനൊക്കെ പ്രശ്നമാണെന്ന് നമ്മളെ കൊല്ലും കേട്ടോ. നമ്മളെ തന്നെ കൊല്ലും. നേരത്തെ നമുക്ക് ചെയ്തു വെച്ചേക്കുന്ന പല ക്യാരക്ടേഴ്സും ഓർമ്മ വരുന്ന രീതിയിലാണ് പല സീൻസും വന്നിട്ടുണ്ട്. അതായത് ഈ മറത്തുക്കടവിലെ ക്യാരക്ടർ, പോത്തൻകാവ് എസ്പെഷ്യലി അങ്ങനത്തെ ക്യാരക്ടർ, പിന്നെ ഈ പോക്കി രാജ, മധുരരാജ, രാജാതിരാജ, ഇതിലൊക്കെ ചെയ്തു വെച്ച ഒരു ത്രെഡ് തന്നെയാണ് ഇതിൽ കണ്ടേക്കുന്നത്. അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ ഒരുമാതിരിപ്പെട്ട പടങ്ങളെല്ലാം അവരെ ത്രെഡാണ്. പക്ഷെ സാധനം പുള്ളി ചെയ്ത മൊത്തം ക്ലീശയാണ്. പക്ഷെ ക്ലീശ പുള്ളി കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് ഇംപ്രസ് ആവുന്ന രീതിയിൽ ആപ്പിളൊക്കെ പറയുന്നത് ഇൻക്രിമെന്റൽ അപ്ഗ്രേഡ്സ്. സാധനം സെയിം ഐഫോൺ തന്നെയാണ്, വർഷാവർഷം ഒരു 1 ഒരു എസ് പിന്നെ ഒരു 12 ഇടയ്ക്ക് ഒരു ചേഞ്ചിന് ഒരു എക്സ് എന്നാക്കി ഒരു പ്ലസ് അങ്ങനത്തെ ഒരു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടുക, എന്തെങ്കിലും ഒരു ഐറ്റത്തിനെ തള്ളുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനകത്ത് അതുമില്ല. അതാണ് ആക്ച്വലി ഒരു 8 കൊല്ലം 10 കൊല്ലം മുമ്പ് ചെയ്ത സാധനം അതേപോലെ എടുത്ത് പിന്നെ കാണിച്ചു വെച്ചേക്കുന്നു. എന്നാൽ ചിലപ്പോൾ എന്റെ കഥ എഴുതിയത് ChatGPT എടുത്ത പോലെ XYZ പടങ്ങളുടെ പേരിട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഈ കഥ എഴുതിയിടാം എന്ന് പറഞ്ഞതായിരിക്കും. എവിടൊക്കെയോ എവിടുന്നൊക്കെയോ കുറെ സാധനങ്ങൾ എനിക്കറിയില്ല. ചില സമയത്ത് ഈ സിമിലാരിറ്റീസ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ കൺമണി അൻപോട് കാതൽ എന്നുള്ള ആ പാട്ടാണ് മഞ്ഞുമൽ വോയിസിൽ വർക്ക് ചെയ്തത്. അത് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ അവകാശപ്പെടുന്നത്. പക്ഷെ അതുപോലെ നല്ല നൊസ്റ്റാൾജിയ വർക്ക് ചെയ്യുന്നതും സിനിമയിൽ ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് വരെ കാണുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് അങ്ങനെ വീണ്ടും കാണുന്ന സാധനം അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഈ പടം മൊത്തം കണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, കണ്ടിരിക്കാൻ പറ്റും. അതാണ് നമ്മള് ബോറെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്നാമത് എനിക്ക് മനുഷ്യനെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതിനകത്ത് ആക്ച്വലി എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഇപ്പൊ 5 സീക്വൻസിൽ ഇത്രയും പുള്ളിയുടെ ഏജ് ഒരു ഫാക്ടറാണ്. ഏജ് 72 വയസ്സുള്ള പുള്ളി. പക്ഷെ അത് ഒത്തിരി എന്താ പറയാ, അത് സത്യമാണ്. എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാലും അത് സത്യം തന്നെയാണ്. എന്നാലും എനിക്ക് അത് ഇച്ചിരി ടയർഡ് ആയതുപോലെ തോന്നുന്നു. ഈ വയസ്സിൽ അത് ഇത്ര സുന്ദരനാണല്ലോ, ഈ വയസ്സിൽ അത് ഇത്ര പണിയെടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം ഇല്ലേ. പക്ഷെ അത്തരം എക്സ്ക്യൂസുകൾ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാത്ത പടങ്ങളായിരുന്നു അദ്ദേഹം ഈ വർഷം തന്നെ ഇതിനു മുമ്പ് ചെയ്തത്. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ അത്തരം ഒരു റിസോർട്ടിലേക്ക് പോകേണ്ടി വരുന്നത് ഈ പടത്തിന്റെ ബാക്കിയുള്ള കുറവുകളെ നമ്മളൊന്ന് കണ്ണടയ്ക്കാൻ വേണ്ടി നമ്മൾ തന്നെ കരുതുന്ന ഒരു എക്സ്ക്യൂസ് അല്ലേ? അല്ല ആ കുറവ് ഞാൻ അതിലേക്ക് പോകുന്ന കാരണം പറഞ്ഞാൽ എനിക്ക് ആ ഫൈറ്റ് സീക്വൻസിലുള്ള ഫ്ലെക്സിബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനിടെ ഒരു ഫൈറ്റ് സീനില് അദ്ദേഹം തന്നെ ചെയ്തതുപോലെ എനിക്ക് തോന്നി ഒരെണ്ണത്തിനകത്ത് ഒന്ന് സ്ലിപ്പ് ചെയ്യുന്ന ഒരു ലോങ് ഷോട്ട് ഞാൻ ഞെട്ടി, അത് കുടിക്കോ വല്ലോ പറ്റിയോ എന്നൊരു പേടിയായി. അപ്പൊ അതല്ല അങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റി ഈ ഒരു ഏജിൽ കാണിക്കാന്ന് പറയുന്നത് പുള്ളിയുടെ കഴിവ് തന്നെയാണ്. അത് പറഞ്ഞപ്പോൾ അതിനകത്ത് നല്ല ഒന്നാമത്തെ ഒരു തെറി വിളിച്ചായിരുന്നു. ഞാനൊന്ന് ഞെട്ടി കേട്ടോ.
ബിന്ദു പണിക്കർ. അതായത് രണ്ടുപേരും സാധാരണ രണ്ട് ബിന്ദു പണിക്കരാണ്. അയ്യോ, എന്നാൽ ഇംഗ്ലീഷിലാണ് പഠിച്ച സാധനം എ സി ഇല്ല. അതൊരു സുഖം. അല്ല, അതൊക്കെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത പോലെ അത് ഫീൽ ആയിരുന്നു. എനിക്ക് രാജനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഗരുഡഗമന ഋഷഭവാഹൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അജാതി ടാലന്റ് ഉള്ള ഒരു ചങ്ങാതി ഇദ്ദേഹത്തിനൊപ്പം വരുമ്പോൾ പൊട്ടൻഷ്യൽ ആയിരുന്നു. ഇതൊരു സ്ഥിരം വില്ലനായിക്കളാണ് പുള്ളി കൊണ്ടുവന്നിട്ട്. ഇൻട്രസ്റ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഹെലികോപ്റ്റർ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതായിട്ട് മിനിസ്റ്റോട് സംസാരിക്കുന്ന സമയത്തുള്ള ചിരിയൊക്കെ എന്തിനാണ് ചിരിക്കുന്നത്? അയാളുടെ വലങ്കൈ, നമ്മുടെ വില്ലന്റെ വലങ്കൈ നമ്മുടെ ഈ ചങ്ങായിമാരെ കാണുമ്പോൾ ഒരു പുച്ഛച്ചിരി ഉണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചൊരൈറ്റം. ഇവരെന്തിനാണ് പുച്ഛിക്കുന്നത്? പോയി പണിയെടുക്ക് വന്നാൽ പോരെ. ഓവർ എക്സ്പ്രഷൻ. അത് ഈ മഹാന്മാരായ നടന്മാർ ഉൾപ്പെടെ, നമ്മുടെ സായികുമാരൻ, സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവര് ചെയ്യേണ്ട ഗതികേടുകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. എന്നാൽ കൊള്ളാവുന്ന ഡയറക്ടേഴ്സിന്റെ മൂവിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനമൊന്നും നമ്മൾ കാണാറില്ല. ഈ വൈശാഖ കുളത്തിലൊന്നും ഇല്ലല്ലോ ഇംപ്ലൈ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങളൊക്കെ ഭയങ്കര ക്ലീശ അടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അടിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവർ തന്നെ പറയുകയും ചെയ്യും, വാട്ട് എ ബ്ലഡി ക്ലീശ എന്ന്. യെസ്. ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നതായി. അത് തന്നെ നമുക്കടെ ചോദ്യം. ഞാനും ജിക്കും ഒരുമിച്ചാണ്. കറക്റ്റ് എവിടുന്ന് വരുന്നുണ്ട്? ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മുടെ ഈ കൂട്ടുകാരൊക്കെ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ബോറടിക്കും. കൂട്ടുകാരൊക്കെ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തള്ളി മറിച്ച് ചിരിക്കാനുള്ള ഒരു ഏതൊരു സാഡ് സീക്വൻസ് ഇട്ട ബീജം കിട്ടുമ്പോഴത്തേക്ക് ഓക്കെ ദിസ് ബീജം ഈസ് സ്പോൺസർഡ് ബൈ ഓൾ ഇന്ത്യ റേഡിയോ. ഇദ്ദേഹം തന്നെ നമ്മുടെ ഭ്രമയുഗത്തിന് ചെയ്ത മ്യൂസിക് കിടുവായിരുന്നു. അതിന്റെ ഹാങ് ഓവർ എനിക്ക് ചിലപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്തായിരിക്കും. അതിന്റെ ഹാങ് ഓവറിൽ ഇങ്ങോട്ടേക്ക് വന്നൊന്ന് മാറാനായിട്ട് സമയം എടുക്കുന്നതൊക്കെയാണ് ആ ഐറ്റങ്ങൾ കേൾക്കുന്നതെന്ന് തോന്നുന്നു. ചില നേരത്ത് നമുക്ക് നല്ല രസമായിട്ടാണ് ആ സെന്റി സാധനം എടുത്തത്. ഇല്ല, അതിന്റെ പുറകിലിട്ടേക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും ഇത് ക്ലിക്ക് ആവുമെന്നുള്ള രീതിയിലായി പോയി. ഇന്റർവെൽ ഷോട്ട് അങ്ങനെ പറയാലോ. ഇന്റർവെൽ ഷോട്ടിൽ ആ 360 ഡിഗ്രി ടേൺ എന്നൊക്കെ പറയുന്നത് തല കറങ്ങി. നമ്മൾ തല കറങ്ങാതിരിക്കാൻ വളരെ സ്ലോ ആയിട്ടാണ് കറക്കിയത്. പക്ഷെ ആ ഒരു ഇമ്പാക്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയും നേരം ആ പുറകെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞെട്ടി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴേ ഒരു ഭയങ്കര ഏച്ച് കെട്ടല്. അതേപോലെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ടല്ലോ, ബാങ്കിലെ ബാക്ക് സ്റ്റോറി പറയുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും ആ ബാക്ക് സ്റ്റോറി പറയുമ്പോൾ ഇവരിൽ ഒരാളും എന്നാ മറ്റേ കഥാപാത്രങ്ങളും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ എക്സ്പീരിയൻസ്, ആ സാധനവും കണക്റ്റേ ആയില്ല. അതൊക്കെ അനാവശ്യമായിട്ട് വെച്ചതുപോലെ. ശരിക്കും ഈ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ളടത്ത് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ പേഴ്സണൽ ആയിരിക്കട്ടോ. നമ്മളിതൊക്കെ പറഞ്ഞ നമ്മൾ ഇനി എഡിറ്റിംഗ് പഠിച്ചിട്ട് പോയിട്ട് വന്ന് പറയണമെന്ന് പറയുന്നത്. ഞാൻ നന്നായിട്ട് തിന്നുന്ന എനിക്ക് കുക്ക് ചെയ്യാൻ അറിയണമെന്നില്ലല്ലോ. ഞാൻ നന്നായിട്ട് തിന്നും. സിനിമ ഞാൻ നന്നായിട്ട് കാണും, ഞാൻ നന്നായിട്ട് ആസ്വദിക്കും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടുള്ള എക്സ്പീരിയൻസ്. അതെ, കണ്ടും കേട്ടുമുള്ള ഒരു സാധനം. പിന്നെ നമുക്കും ഉണ്ട് കേട്ടോ ഈ കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്ന സാധനം നമുക്കും ഉണ്ട്. നമ്മൾ കണ്ടതിൽ നിന്ന് മാറുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞ ഈ സിനിമയുടെ കാര്യത്തിൽ കണ്ടതിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അങ്ങനെ ഒരു സ്റ്റിൻഡിങ്ങിനെ പൊക്കോണ്ടിരുന്ന സമയത്ത് ഇന്നൊരു പടം വേണമായിരുന്നു എന്നൊരു തോന്നുന്നു. പക്ഷെ അവിടെയാണ് എനിക്ക് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം. അങ്ങനെ ഒരു സാധനം പോകുമ്പോൾ ഒരു മാസ് മസാല പടം ഇദ്ദേഹത്തിന് അവർ ഇറങ്ങുമ്പോൾ എ ഫ്രഷ് ഓഫ് ബ്രെത്ത് എന്ന് പറയുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. ആൻഡ് ദാറ്റ് വാസ് മൈ എക്സ്പെക്ടേഷൻ. ഇത് മാസാണ്, പക്ഷെ ഇത് കണ്ടു അടുത്ത മാസമാണ്. പക്ഷെ ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടുകാരുടെ ഒക്കെ കൂടെ ഒരുമിച്ച് ഇരുന്നെങ്കിലും ഒക്കെ സന്തോഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്ഥലമാണ്. ഈ ഒടുക്കത്തെ ചൂടില് നല്ല ഒരു AC തിയേറ്ററിൽ പോവുക, പടം കാണുക, എന്റെ മോനെ രണ്ട് കമന്റ് അടിക്കുക, സന്തോഷിക്കുക, തിരിച്ചു വരിക. അതിന് പറ്റിയൊരു പടമാണിത്. നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് ആണ്. നമ്മുടെ ഈ പേഴ്സണൽ കോൺവെർസേഷൻസിനെ ഒരു ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് 10 വരെ കാണിക്കുക. അതെ, അതിലൂടെ ഇതിനകത്ത് ക്യാമറയുണ്ട്. നമ്മുടെ ഈ ഒരു സഭയിലേക്ക് നമ്മൾ അറിയാത്തവരെയും കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എങ്ങനെയുണ്ട് ഇതിന്റെ റിയാക്ഷൻ എന്ന് നോക്കിയിട്ട് നമുക്കിനി ബാക്കി പരിപാടികളും ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കാം. അല്ല, ഈ അവസാനം നമ്മൾ മറ്റേ ഐറ്റം പറയണോ? ഈ പരിപാടി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ബെല്ലൈക്കൺ. അപ്പോൾ പറ്റിയ ചെയ്യുക. ശരി.